next topic that we are discussing today is job analysis. First of all, we are thinking about the definition of job analysis. According to Edwin B. Piplov, job analysis is the process of studying and collecting information related to operations and responsibilities of a specific job. അതായത് ഒരു ഓർഗനൈസേഷനിൽ ക്യാരി ഔട്ട് ചെയ്യുന്നതായ ഒരു സ്പെസിഫിക് ജോബിനെ കുറിച്ചുള്ളതായ ഇൻഫർമേഷൻസ്, അതിൻ്റെ ജോബ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, ആ ജോബ് ക്യാരി ഔട്ട് ചെയ്യുന്ന ആള് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് ഉള്ളതിനെ കുറിച്ചുള്ളതായ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതായ ആക്ടിവിറ്റിയെ ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു operations and responsibilities of a specific job. Then we are thinking about the benefits that we get from job analysis. First one is job analysis help to determine the type of people required to perform the job. ഏത് തരത്തിലുള്ള ആൾക്കാർ ആണ് ആ ജോലി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്തിലൂടെ സാധിക്കുന്നു, ജോബ് അനാലിസിസിലൂടെ സാധിക്കുന്നു. Then it furnishes the information related to the duties and responsibilities of each job. ഓരോ ജോലിയും ചെയ്യുന്നതിനകത്ത് എന്തൊക്കെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസുമാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനും ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. It describes the skill and qualities required to perform the given job. That is the third benefit. എന്തൊക്കെ സ്കില്ലുകളും ക്വാളിഫിക്കേഷൻസുമാണ്, okay, skill and qualifications required to perform the given job. ആ പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്കില്ലുകളും ക്വാളിഫിക്കേഷൻസുമാണ് ഒരു പർട്ടിക്കുലർ പേഴ്സണ് അത്യാവശ്യം വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഫോംസ് ദ ബേസിക് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് എ സ്റ്റാഫ് ടു എ കൺസേൺ. ഒരു സ്റ്റാഫിനെ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് ഇതിൽ നിന്ന് സാധിക്കുന്നു, ജോബ് അനാലിസിസിൽ നിന്ന് സാധിക്കുന്നു. ജോബ് അനാലിസിസിൽ നിന്ന് പ്രധാനമായിട്ടും രണ്ട് ഔട്ട്പുട്ട്സ് ആണ് വരുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ഈ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനകത്തും വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഏതിനകത്ത് പറഞ്ഞത്, ബെനിഫിറ്റ്സ് ഓഫ് ജോബ് അനാലിസിസിനകത്ത് പറഞ്ഞത്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പേഴ്സണ് ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യണമെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിലെ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യണമെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ട് വരുന്നതായ പേഴ്സണ് എന്തൊക്കെ സ്കില്ലുകൾ, ടാലന്റുകൾ, ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏതിനകത്ത് പറയുന്നത്, ജോബ് സ്പെസിഫിക്കേഷനകത്ത് പറയുന്നത്. എന്നാൽ ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ട് ദ ജോബ് എൻടൈറ്റിൽസ്, അതായത് ആ ജോലിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് പറയുന്നത്. അതായത് എന്തൊക്കെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ പർട്ടിക്കുലർ ജോലിക്കകത്തുള്ളത്. സോ ഒരു ജോലിക്കകത്തുള്ളതായ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണെന്നും ആ പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്കില്ലുകൾ, ടാലന്റുകൾ വേണമെന്നുള്ളതും ആണ് ഏത് ജോബ് ഡിസ്ക്രിപ്ഷനകത്തും ജോബ് സ്പെസിഫിക്കേഷനകത്തും പറയുന്നത്. സോ ഇത്രയുമാണ് ജോബ് അനാലിസിസിനെ കുറിച്ചുള്ളതായ ഒരു എക്സ്പ്ലനേഷൻ. ഈ തരത്തിൽ ജോബ് അനലൈസ് ചെയ്യാനായിട്ട് പല മെത്തേഡുകൾ അവൈലബിൾ ആണ്. ജോബിന്റെ അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് പല മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നിക്സുകൾ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടുള്ള 6 മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്
ക്വസ്റ്റ്യനെയർ മെത്തേഡ്. നമ്മളൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻസ് ആ പർട്ടിക്കുലർ ജോബിനകത്ത് വരുന്നതായ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അത് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് വേണ്ടതായ ടാലൻറ്റുകൾ ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തുകൊണ്ടുള്ളതായ ക്വസ്റ്റ്യനെയർ മെത്തേഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡ്. അനലൈസ് ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആ ജോലി കണ്ട് മനസ്സിലാക്കുന്നു, ആ ജോലിക്കകത്ത് വരുന്നതായ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റർവ്യൂ മെത്തേഡ്. ഇവിടെ അനലൈസ് ക്യാരി ഔട്ട് ചെയ്യുന്നതായ പേഴ്സൺ ഇന്റർവ്യൂ ചെയ്യുന്നു ആരെ, ഈ ജോലി ചെയ്യുന്നവരെ. അവരതിനകത്ത് എന്തൊക്കെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, അത് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്തൊക്കെ സ്കില്ലുകൾ, ടാലന്റുകളാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെക്കോർഡ് മെത്തേഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായ ഫയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ എക്സാമിൻ ചെയ്യുന്നു. ഓക്കെ, സോ ഈ തരത്തിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായ റെക്കോർഡുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ആ പർട്ടിക്കുലർ ജോബിനെ കുറിച്ചും അതിന്റെ നേച്ചറിനെ കുറിച്ചും അതിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ആ പർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടാലന്റുകളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ്. ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അനലൈസ് ക്യാരി ഔട്ട് ചെയ്യുന്നതായ പേഴ്സൺസ് ആ ജോലി ചെയ്യുന്നതായ കാൻഡിഡേറ്റ്സിനോട് അവർ ആ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് മുൻകാലങ്ങളിൽ, അതായത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനുണ്ടായതായ ക്രിട്ടിക്കൽ ഇൻസിഡൻസ് എന്തെല്ലാമാണ്, അത് എങ്ങനെ ഓവർകം ചെയ്തു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ളതായ ഇൻഫർമേഷൻസ് ചോദിച്ച് മനസ്സിലാക്കുന്നു. The last one is performance method. അതായത് അനലൈസ് ചെയ്യാൻ വരുന്നതായ അനലിസ്റ്റ്, ജോബ് അനലിസ്റ്റ് തന്നെ നേരിട്ട് ആ ജോലി ചെയ്തിരിക്കുന്നു. അതിലൂടെ അദ്ദേഹം ആ ജോലിയുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അതിനകത്ത് വരുന്നതായ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് എന്തെല്ലാം ടാലന്റുകൾ, സ്കില്ലുകൾ ആവശ്യമാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നു. സോ ഇതാണ് ജോബ് അനാലിസിസിനെ കുറിച്ചുള്ളതായ ഒരു എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓർഗനൈസേഷനിലെ ഒരു പർട്ടിക്കുലർ ജോബിന്റെ വർക്ക്, അതായത് എംപ്ലോയിയുടെ പെർഫോമൻസ് അല്ല നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ ജോബ് ആ ഓർഗനൈസേഷനിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, ജോബ് ഇവാലുവേഷനിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതായത് ഓർഗനൈസേഷനിലെ എല്ലാ ജോബുകൾക്കകത്ത് ഈ പർട്ടിക്കുലർ ജോബ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. സോ വി ആർ തിങ്കിങ് അബൌട്ട് ദ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫിലിപ്പോ. Job evaluation is the systematic and orderly process of determining the worth of a job in relation to other job. അതായത് ഒരു ജോലിയുടെ വർത്ത് എത്രമാത്രമാണ് ആ ഓർഗനൈസേഷനിലെ മറ്റു ജോലികളെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതായ ആക്ടിവിറ്റി ആണ് എന്ത് എന്ന് പറയുന്നത്, ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ജോബ് ഇവാലുവേഷന് വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ളതായ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. രണ്ട് കാറ്റഗറി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവും. ഓരോ കാറ്റഗറിക്കകത്തും രണ്ട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാങ്കിങ് മെത്തേഡ്, നമ്മൾ ജോബുകളെ റാങ്ക് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജോബ് ഗ്രേഡിംഗ് മെത്തേഡ്, പല ഗ്രേഡുകളായിട്ട് ഇരിക്കുന്നു. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവിനകത്ത് നമ്മൾ ജോബുകളെ രണ്ട് രീതിയിലാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് പോയിന്റ് സിസ്റ്റം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത്
factor comparison method. So these are the four methods comes under the two category for conducting job evaluation activity. I think all of you are get an insight about what you mean by job analysis and what you mean by job evaluation. Thank you.